മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുപക്ഷത്ത് വന്ന ജ്യോത്സ്യന്മാർ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റുമുട്ടാൻ വന്ന ജ്യോത്സ്യന്മാർ, 80,000 ജ്യോത്സ്യന്മാർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കാണ്. അതാണ് മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹദിമാമിന് കൊടിയെടുക്കാൻ ഒരാൾ മതിയെന്ന്. അത് വല്ലാത്ത വർത്താനാണ്. അത് ചെറിയ വർത്താനല്ല. മഹദിമാമിന് ഈ കൊടി കൈമാറാൻ ഒരാൾ മതി. ഇവിടെ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന് വിഷയമല്ല. അതൊരു ഗൗരവമുള്ള വർത്താനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരെ വന്നത് 80,000 ജ്യോത്സ്യന്മാർ, സാഹിര്യങ്ങൾ, ജാലവിദ്യക്കാർ. അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെട്ടു. അവിടെ പാമ്പായി ജനങ്ങൾക്ക് തോന്നുമാറ് ആ കോലത്തിൽ അവിടെ ജാലവിദ്യ അരങ്ങേറുകയാണ്. ഇത് കണ്ടപ്പോ ഒന്നോട്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ്, ശരിയായ ആദർശത്തിന്റെ പക്ഷത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ളത് 80,000 ജ്യോത്സ്യന്മാർ മാത്രമല്ല, അവരുടെ ഫാൻസ് അസോസിയേഷൻസ്. 80,000 ജ്യോത്സ്യന്മാർ മാത്രമല്ല, അവരുടെ ഫാൻസ് അസോസിയേഷനും എല്ലാവരുടെ കൂടിയിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാജയപ്പെടുന്നത് കാണാൻ. അങ്ങനെ അവരെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെടുകയാണ്. ആളുകൾക്ക് ഇത് പാമ്പായി തോന്നുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പേടി തോന്നി. പടച്ചോനെ, ഈ ഉഡായിപ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. അതാ പേടി. ഈ ഉഡായിപ്പ് കണ്ടു പേടിച്ചതല്ല, ഈ ഉഡായിപ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. സമസ്തക്കെതിരെ വരുന്നവർ, സുന്നത്ത് ജമാഅത്തിനെതിരെ വരുന്നവർ പല ഉഡായിപ്പുകളുമായി വരുമ്പോ സാധാരണക്കാർ അവരുടെ കെണികളിൽ പെട്ടുപോകും. സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പല ട്രിക്കുകളുമായും പല മായാജാലങ്ങളുമായും വരുമ്പോ അതിൽ സാധാരണക്കാർ പെട്ടുപോകുമെന്ന പേടി നമ്മുടെ ഉസ്താദുമാർക്കുണ്ടാകും, നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു മൂസാ, ഉള്ളിലൊരു ഒരു ആന്തല്, പഠിച്ചവനെ ആൾക്കാരിത് കാണുമ്പോ അതാണ് ശരിയെന്ന് ധരിക്കുമോ? എന്റെ ഭാഗത്താണല്ലോ ഹക്കുള്ളത്, ഞാൻ റബ്ബിന്റെ ആളാണല്ലോ, ആളുകൾ തെറ്റിദ്ധരിക്കുമോ? ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നിയ ആ മൈക്രോ സെക്കൻഡിൽ അള്ളാഹു പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ.